ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അങ്ങനെ 90 ഡേയ്സ് ഹെയർ കെയറിലെ 4ാമത്തെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. പലരും നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചി ഡാൻഡ്രഫ് പോവാൻ, അതായത് നമ്മുടെ തലയിലെ താരൻ കുറയാൻ അല്ലെങ്കിൽ പോവാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്കറിയാം, വേനൽക്കാലം ആകുമ്പോൾ കുറച്ചും കൂടി താരന്റെ പ്രശ്നം നമ്മുടെ തലയിൽ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു റെമഡിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കൂടാതെ ഈ ഒരു റെമഡി നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസം തലയിൽ അപ്ലൈ ചെയ്ത് നോർമൽ പച്ചവെള്ളത്തിൽ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇനി ഷാമ്പു ചെയ്യുന്ന ദിവസവും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, യാതൊരു കുഴപ്പമില്ല. ഇനി നമ്മുടെ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് പൊതുവെ ഡാൻഡ്രഫിന്റെ പ്രോബ്ലം വരാറില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും താരന്റെ പ്രോബ്ലം തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു റെമഡി നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ മോർ എഫക്റ്റ്, അതായത് കുറച്ചും കൂടി നന്നായിട്ടുള്ള ഒരു മാറ്റം നിങ്ങളുടെ മുടിയിലും അതേപോലെ തന്നെ തലയുടെ ഊട്ടിലേക്ക് കാണാവുന്നതായിരിക്കും. പൊതുവേ നമ്മുടെ തലയിൽ താരമുണ്ടെങ്കിൽ നന്നായിട്ട് ഹെയർ ലോസ് ഉണ്ടാവും, തല നന്നായിട്ട് ചൊറിയുകയും ചെയ്യും. അപ്പൊ ഈ വേനൽക്കാലത്തെ കാര്യം പറയണ്ടല്ലോ, ആ വയർപ്പും കൂടി ആകുമ്പോൾ നന്നായിട്ട് തല ചൊറിയുകയും ചെയ്യും, ചിലപ്പോൾ മുറിയും പറ്റും, നന്നായിട്ട് തല നീറ്റല്, മുടി കൊഴിച്ചില് നല്ലോണം. അപ്പോൾ ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനും അതൊന്ന് കുറയ്ക്കാനും നമ്മുടെ താരൻ മാറി മുടി കൊഴിച്ചിൽ മാറി നമ്മുടെ തലയുടെ ഓടൊക്കെ സ്കിന്നൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വെക്കാൻ പറ്റുന്ന നല്ല റെമഡിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ കാണിക്കുന്നത് ഒരു ജ്യൂസാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബീട്രൂട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. പിന്നെ ഒരു പകുതി നാരങ്ങയും കൂടി വേണം കേട്ടോ. വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ജ്യൂസാണിത്. നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും മുടി കൊഴിച്ചിൽ മാറ്റാനും HB കൂടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് നന്നായിട്ട് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഒരു ജ്യൂസിൻ്റെ ജാറിൽ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബീട്രൂട്ട് നന്നായിട്ട് കുഞ്ഞിതാക്കി അരിഞ്ഞിട്ടു. അതിലൂടെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് നമ്മളൊരു ഗ്ലാസ് എടുത്തിട്ട് അതിലോട്ട് അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ തരിയൊന്നും പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊരു സ്പൂണ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ടുള്ള എമൗണ്ട് അതിലോട്ട് കിട്ടും. ഈ ഒരു ജ്യൂസ് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം കുടിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. നിങ്ങൾക്ക് ബീട്രൂട്ടിൻ്റെ ചുവയൊക്കെ ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഈ ഒരു ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം തോന്നില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലോട്ടാണ്, അതായത് ബീട്രൂട്ടിൻ്റെ ജ്യൂസിലോട്ടാണ് നമ്മൾ നാരങ്ങനീര് പിഴിഞ്ഞൊഴിക്കേണ്ടത്. നാരങ്ങനീര് പിഴിഞ്ഞൊഴിച്ചിട്ട് നിങ്ങൾ മിക്സിയിലിട്ട് അടിക്കേണ്ട കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ തണുത്ത വെള്ളം കുടിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ പച്ചവെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് പതിയെ ഒരു ഭാഗത്ത് പോയിരുന്ന് കുടിക്കുക. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് നിന്ന് കുടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പതിയെ പതിയെ സാവധാനം ഈ ഒരു ജ്യൂസ് കുടിച്ച് തീർക്കാവുന്നതാണ്. ഒരിക്കലും വെറും വയറ്റിൽ നിങ്ങൾ ഈ ഒരു ജ്യൂസ് കുടിക്കരുത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് രാവിലെ ഒരു 10-11 മണിയാകുമ്പോൾ കുടിക്കാവുന്നതാണ്. അല്ല, ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കുടിക്കാൻ നേരമില്ലെങ്കിൽ നിങ്ങൾ വൈകുന്നേരം നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾ രാത്രി ഫുഡ് കഴിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഒരു 8 മണി 9 മണിയാകുമ്പോൾ ഈ ഒരു ജ്യൂസ് കുടിക്കാവുന്നതാണ് കേട്ടോ. അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു ഹെയർ കെയറിൻ്റെ വീഡിയോ ആണ്. നിങ്ങളുടെ തലയിൽ ഉണ്ടാകുന്ന താരൻ കളയാനും മുടി കൊഴിച്ചിൽ മാറ്റാനും മുടി ഹെൽത്തി ആയിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹോം റെമഡിയാണ്. കറ്റാവാഴ ഓപ്ഷണലാണ്. ഇനി കറ്റാവാഴ കിട്ടാനില്ല, വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്മൂത്ത്നെസ്സിന് വേണ്ടിയിട്ട് അത് കൂടെ ചേർക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൂണ് തേങ്ങ ചിരകിയത് ചേർക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് തേങ്ങയും ചിരകാൻ ബുദ്ധിമുട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സവോള മാത്രം അരച്ച് പിഴിഞ്ഞ് തലയിൽ തേക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ എണ്ണ നിങ്ങൾ തലയിൽ നന്നായിട്ട് തൊട്ട് പറ്റിയിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ആഴ്ചയിൽ ഒരു 3 ദിവസമേ നമ്മൾ ഈ ഒരു ഹെയർ കെയർ മെത്തേഡ് ചെയ്യാനും പാടുള്ളൂ കേട്ടോ. ഇടത്തരം വലിപ്പമുള്ളൊരു സവോള എടുത്തിട്ട് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതേപോലെ അരിഞ്ഞ് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നാലേ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. ഇതൊരാൾക്കുള്ള എമൗണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് 2 ആൾ 3 ആളൊക്കെ യൂസ് ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി എടുത്തിട്ട് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ കൂടെ അലോവേര ആണെങ്കിൽ അലോവേര ചേർക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ തേങ്ങ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് തേങ്ങയും ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു അളവിനനുസരിച്ച് നിങ്ങൾ എടുത്തിട്ട് ഉപയോഗിച്ചാൽ മതി. പക്ഷേ ഇതിൻ്റെ നീര് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ, അത് നിങ്ങൾ മറക്കരുത് കേട്ടോ. അങ്ങനെ അരച്ച് തലയിൽ തേക്കാതിരിക്കുക. എന്നിട്ട് നമ്മൾ എടുത്തിട്ടുള്ള കറ്റാവാഴ അതിൻ്റെ ജെല്ല് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതേപോലെ സ്പൂൺ കൊണ്ട് തിക്കി കഴിഞ്ഞ് നമുക്ക് ജെല്ല് കിട്ടും. കറ്റാവാഴ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അതിൻ്റെ തണ്ട് മുറിച്ചെടുത്തിട്ട് നന്നായിട്ട്
ഒരു 5 മിനിറ്റ് നേരം കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് ആ ഒരു മഞ്ഞക്കറൊക്കെ പോയതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇതേപോലെ അതിൻ്റെ മുകളിലത്തെ തൊലി കളഞ്ഞിട്ട് ഒന്നും കൂടി കഴുകുക. എന്നിട്ട് ഇതേപോലെ നമ്മൾ ജെല്ലി എടുത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല പേസ്റ്റ് പോലെ നമുക്ക് കിട്ടും. കണ്ടോ, ഇതേപോലെ പേസ്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്കത് എന്ത് ചെയ്യാം, ഒരു തുണിയിൽ പിഴിഞ്ഞെടുക്കാവുന്നതാണ്. കണ്ടോ, ഇതേ തിക്നെസ്സിൽ നമുക്ക് കിട്ടും കേട്ടോ. ചില സമയങ്ങളിൽ ഇപ്പോൾ മഴക്കാലമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ വെള്ളത്തോടൊക്കെയാണ് നമുക്ക് കിട്ടുക. ഇപ്പം നല്ല വെയിലായതുകൊണ്ട് ഒരുപാട് വെള്ളത്തിൻ്റെ അംശമൊന്നും കറ്റാർവാഴയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നല്ല തിക്ക് പേസ്റ്റിലാണ് അത് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ലൊരു വൃത്തിയുള്ള തുണി എടുത്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇത് നല്ല കോട്ടൻ്റെ പഞ്ഞി ഉണ്ടെങ്കിൽ അത് മുക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ആ ഒരു സത്ത് അതിൽ മുക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പിഴിഞ്ഞിട്ട് തലയിൽ ഓട്ടിൽ തേക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഞാനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ ഒരുപാട് തവണ നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ 90 ഡേയ്സ് ഹെയർ കെയറിൽ ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനം ആയതുകൊണ്ട് തന്നെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹെയർ കെയർ മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും കാണിക്കുകയാണ്. ഇതേപോലെ നമുക്ക് തുണിയിൽ പിഴിഞ്ഞിട്ട് അതിൻ്റെ സത്ത് മുഴുവൻ എടുക്കാം കേട്ടോ. കുറച്ച് കൊഴുപ്പ് എന്നുള്ള രീതിയിൽ നമ്മുടെ കറ്റാർവാഴ ജെല്ല് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാനോ, ഇപ്പോൾ കോട്ടൺ പഞ്ഞിയിലാണ് ഉപയോഗിച്ച് തേക്കുന്നത് വെച്ചാലും ഒരു ബുദ്ധിമുട്ടില്ല, നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളതിവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരിക്കലും ഉണ്ടാക്കി വെച്ചിട്ട് ഒരുപാട് നേരം കഴിഞ്ഞിട്ട് നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്യരുത്. അപ്പോൾ തന്നെ തലയിൽ അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ തലയിൽ എണ്ണയൊക്കെ തൊട്ട് വരട്ടി മുടിയൊക്കെ നന്നായി വേറെടുത്തതിന് ശേഷം ഓരോ വകച്ചിലെടുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം. അല്ലെങ്കിൽ കോട്ടൻ്റെ പഞ്ഞി ഉണ്ടാവില്ലേ, ആ പഞ്ഞി കൊണ്ട് മുക്കിയിട്ട് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് കേട്ടോ. തേച്ചിട്ട് ഒരുപാട് നേരം നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 5-10 മിനിറ്റോളം മാത്രം നിന്നാൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് ഷാമ്പു യൂസ് ചെയ്യണമെങ്കിൽ നല്ലോണം എണ്ണ തേച്ചിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ട് ഷാമ്പു യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വെറുതെ നോർമൽ പച്ചവെള്ളത്തിൽ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഈ ഉള്ളിയുടെ നീരിൻ്റെ മണം ഒരു പ്രോബ്ലം ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷാമ്പു യൂസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡിൽ യൂസ് ചെയ്താൽ മതി. നന്നായിട്ട് എണ്ണ തേച്ചിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ഷാമ്പു യൂസ് ചെയ്തിട്ട് കഴുകിക്കളയാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. സീ യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.